നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയാണോ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അമ്മേ, നിന്റെ കൺമുമ്പിൽ നീ കാണുന്നതല്ല സത്യം. യാഥാർത്ഥ്യം അറിഞ്ഞ മുളഞ്ഞ് തളർന്നു വീണു പോവും. നിത്യ വന്നല്ലോ. പണിയെടുക്കുന്നതിനിടയിലെ അമ്മയുടെ നെറ്റി എവിടെ ഇടിച്ചോന്ന് ഞാനത് നോക്കുമായിരുന്നു. ഹരി എവിടെ ഇല്ലേ? ഉണ്ട്. ആ ഉണ്ടോ? ആ എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടോ അമ്മേ. വെറുതെ ഒന്ന് നടക്കാന്ന് കരുതി. പോട്ടെ. അമ്മേ, ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കണം. വാ അമ്മേ, വാ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മേ. നമ്മൾ ഇനി അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. ജീവന് പ്രത്യേകിച്ച് മാറ്റൊന്നും വന്നിട്ടില്ല എന്ന് അമ്മ പറയുമായിരിക്കും. അത് അമ്മയുടെ മനസ്സിലെ കഴിഞ്ഞ കാലത്തെ പേടിയുണ്ടാ. ഇപ്പൊ അമ്മയുടെ മുന്നിൽ നിന്ന് പോയ ജീവനുണ്ടല്ലോ, എത്ര ശാന്തമായിട്ടാ സംസാരിക്കുന്നേ. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നമുക്കിനി ഇതൊക്കെ അവസാനിപ്പിക്കാം അമ്മേ. ജീവന്റെ മുന്നിൽ കളിക്കുന്ന കല്യാണത്തിന്റെ കഥയുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ജീവനെയും കൊണ്ട് പഴയ പോലെ നാട്ടിലേക്ക് പോവാം. അവിടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം. അത് ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? അത് ശരിയാവണം. വെറുതെ എന്തിനാ എല്ലാവരും അവരവരുടെ ജീവിതം പാഴാക്കുന്ന? ഇപ്പൊ അമ്മയുടെ ജീവിതത്തിന് എന്തു പറ്റി? നമ്മുടെ എല്ലാവരുടെയും ജീവിതം തിരിച്ചു വേണമെന്ന് ജീവൻ ആഗ്രഹിക്കുന്നില്ലേ? പേടി കൊണ്ടും വാശി കൊണ്ടും അത് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ഞാൻ അച്ഛനെ വിളിക്കാം അമ്മേ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. നീയാണോ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അമ്മേ, നിന്റെ കൺമുമ്പിൽ നീ കാണുന്നതല്ല സത്യം. യാഥാർത്ഥ്യം അറിഞ്ഞ മുളഞ്ഞ് തളർന്നു വീണു പോവും. അമ്മ വീണ്ടും അത് തന്നെയാ പറയുന്നേ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇപ്പൊ പെടുന്ന പാടില്ല. അത് നിനക്ക് വേണ്ടിയാ. നീ ആരോടും ഒന്നും പറയാൻ പാടില്ല, ഒരാളോടും. അമ്മ എന്തേ പറയുന്നേ? എനിക്ക് ഭ്രാന്തായിട്ടില്ല. അതിന് തൊട്ടടുത്തേക്ക് എല്ലാവരും കൂടി എന്നെ എത്തിച്ചതേ ഉള്ളൂ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് നീ ജീവനോട് ഒരിക്കലും പറയാൻ പാടില്ല. അത് മോൾ എനിക്ക് വാക്ക് തരണം. പറ. അമ്മേ, നീ എന്റെ മോളാണെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ അനുവാദമില്ലാതെ ഒന്നും നീ തുറന്നു പറയരുത്.
വന്നാലും അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം സ്നേഹത്തിന്റെയും കരുതലിന്റെയും രൂപമായിട്ട് ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മ ഒന്ന് ആലോചിക്കണം, വ്യക്തമായിട്ട് ആലോചിക്കണം. എന്താ മാവ? അവളെ പുതച്ചുമൂടി കിടക്കുക. ഡോക്ടറെ അടുത്ത് പോണെന്ന് ചോദിക്കായിരുന്നില്ലേ? എന്തിന്? എന്ത് വിശ്വാസത്തിലാ ചോദിക്കുന്നേ? അവൾക്ക് പനിയുണ്ടോന്ന് നമുക്കെന്താ ഉറപ്പ്? പുതച്ചുമൂടി കിടക്കുന്നതിനെ അവക്ക് വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കില? എടാ, സുഖമില്ലാണ്ട് കിടന്നാലും അവക്ക് അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ തന്റെ ഉള്ള ആളാണല്ലോ, മരുന്ന് വാങ്ങണ്ടേ തന്നിച്ചു പോയി വാങ്ങട്ടെ. അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതിയല്ലോ. സെലിബ്രിറ്റിയെ നോക്കാൻ ആളുകൾ ഓടി വരികയല്ലേ. അമ്മാവൻ പറയുന്നതിലൊരു വാസ്തവമുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വീണ ശ്രമിക്കുന്നുണ്ട്. എടാ, ഞാനത് തന്നെയായി പറയുന്നേ. ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവൾ ആ ജീവനോട് സംസാരിക്കുന്നുണ്ട്, അറിയോ? ഈ നാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്, അത്ര തന്നെ. രണ്ടിന്റെ ഉദ്ദേശമേ സ്വൈര്യ ജീവിതം തകർക്കാന്നുള്ളതാ. കുറച്ചേരം കൂടെ നോക്കാം. എന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോവാം. എന്താ മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. കുറെ നേരമായിട്ട് വീണ ആ മുറിയിലെ മൂടി പുതച്ച് കിടക്ക. പനി എന്താണെന്ന് തോന്നുന്നു. എന്നിട്ടൊന്നും നോക്കിയില്ലേ? നോക്കാൻ നോക്കാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മാവൻ സമ്മതിക്കുന്നില്ല. ഇത് എന്തൊക്കെയാ പറയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.